ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സോനാസ് കറി വേൾഡിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ സോസേജ് റോസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലെല്ലാം കഴിക്കാൻ അടിപൊളി ഒരു റെസിപ്പിയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ 2 പാക്കറ്റ് ചിക്കൻ സോസേജ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ സോസേജ് ചെറുതായി സ്ലൈസായി അരിഞ്ഞെടുക്കുക. ഈ സ്ലൈസായി അരിഞ്ഞെടുത്ത ചിക്കൻ സോസേജിലോട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾക്ക് തക്കാളി, സബോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി റെഡിയാക്കി വെക്കാം. അടുത്തൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾക്കതിലോട്ട് സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സബോള വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാവുന്നതാണ്. സബോള ഇടുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടണേ. ഇത് സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ സഹായിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സബോളയും കൂടി നന്നായി വഴറ്റിയെടുക്കുക. വഴന്ന ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ വഴന്നതിന് ശേഷം നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റുക. ഇത് നല്ലതുപോലെ വഴന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് അതിലോട്ടിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇത് അടിപൊളി ഒരു ചിക്കൻ സോസേജ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എല്ലാം ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.